നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എനർജി സ്വീകരിച്ചുകൊണ്ട് ഞാൻ കാർഡ്സിനെ ഷഫിൾ ചെയ്യുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജിയെ പിക്ക് ചെയ്ത് ചോദിക്കുന്നു, എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് റിലേഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില വ്യക്തികളെ കാണാൻ ആഗ്രഹിക്കുന്നു. അത് അമ്മയാകാം, റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ലവ് റിലേഷനിലുള്ള വ്യക്തികളാകാം, സൗഹൃദങ്ങളാകാം. ഓക്കെ, ആരെയൊക്കെ നിങ്ങൾക്ക് കാണണം, കണ്ടോളം വയ്യാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു പാഷനുണ്ട്. ആ പാഷനിലേക്ക് ചെന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ജോലിയാകാം. ഓക്കെ, കൂടുതലും ഇവിടെ ജോലിയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പാഷനിലേക്ക് ചെന്ന് ചേരുന്നതിന് നിങ്ങൾ ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എപ്പോഴാണ് ലൈഫിലേക്ക് വന്ന് ചേരുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, എന്നാൽ ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പെയിൻ എൻഡിങ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, റിലേഷൻഷിപ്പിൽ വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു, അപകടങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒക്കെ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കാരണം ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത്. അല്ലാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. അധികാരങ്ങളിൽ ഇരുന്ന വ്യക്തികൾ, നല്ല അധികാരങ്ങളിൽ ഇരുന്ന വ്യക്തികൾക്ക് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. കിരീടം താഴെ വീണിരിക്കുന്നു. ഓക്കെ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടും ഒക്കെ കാണുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളതെങ്കിൽ നിങ്ങൾക്ക് തുടർന്നത് കാണാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്? പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർച്ച വരും. നിങ്ങൾക്ക് ഒരു വിധത്തിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ആ പൈസയൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടമായി പോയിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കാം, പക്ഷേ സാമ്പത്തികമായി നീക്കിയിരിപ്പ് യാതൊന്നും കാണത്തില്ല. ഓക്കെ, ഒരു വലിയ വീട്ടിൽ വരുന്നതിൻ്റെ കഴിയും പണം നിങ്ങളുടെ കയ്യിൽ ഒരു മാസമാകുമ്പോൾ നിങ്ങൾക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ഗ്രോത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ വരുന്നതിനേക്കാളും പണം നിങ്ങളുടെ കയ്യിൽ ഒരു മാസം വരുമായിരിക്കും. പക്ഷേ അതൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ മറ്റൊരു ദിശയിലൂടെ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ശനിയാണ്, ശനി സമ്പത്തിൻ്റെയും ജോലിയുടെയും മാനേജ്മെൻറ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരും സമയങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തികവും ജോലിയും സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇമോഷണൽ പരമായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. സാഹചര്യം ചുറ്റുപാടും മൊത്തം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, പക്ഷേ നിങ്ങൾ അതിൽ ഒരിക്കലും താഴെ വീണു പോകാതെ നിങ്ങളത് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ തിരിച്ച് നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
കഴിഞ്ഞ കാർഡ്സിൽ നിങ്ങൾക്ക് അധികാരങ്ങളെ നഷ്ടപ്പെട്ടതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാഷൻ ആയിരുന്നതെന്തോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായി കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾ വരും സമയങ്ങളിൽ നിങ്ങളത് നേടിയെടുക്കുന്നു. വളരെ താമസമൊന്നുമില്ല. ഈ വരുന്ന ശരത്കാല ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓഫറുകൾ ഇഷ്ടംപോലെ വരാൻ പോകുന്നു. ഓക്കെ, വിജയത്തിൻ്റെ, ജോലിയുടെ ഒക്കെ നിങ്ങൾക്ക് ഒരു ട്രോഫി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഓഫർ, അതുപോലെ തന്നെ മെസ്സേജ്, കോള്, നിങ്ങൾ ജോലിയുടെ കോള് ഒക്കെ നിങ്ങൾക്കത് വന്നു ചേരുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി ടൈമിന് വേണ്ടി കാത്തിരിക്കുക. സ്ലോ ആക്ഷനാണ് വരുന്നത്. സ്ലോ ആക്ഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർമ്മ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് സ്പീഡപ്പ് ആക്കുക. അപ്പം അതിനുള്ള എഞ്ചിൻ ഓയിൽ ലഭിക്കും. അത് സ്പീഡ് കൂട്ടി വരും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായി നിന്ന് പോകും. അപ്പം നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. എന്താണ്? യൂണിവേഴ്സിനോട് ബ്ലെസ്സിങ് കൊടുക്കുക. താങ്ക് യു യൂണിവേഴ്സ്, നീ എൻ്റെ ലൈഫിൽ ഇതെല്ലാം തന്നതിനായി നന്ദി പറയുക. ഓക്കെ, അന്നും നമുക്കൊന്നും ഇല്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നിങ്ങളതിന് പരാതി പറയാതെ അതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് കൂടും. സത്യമായ കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ സ്പീഡ് കുറഞ്ഞിരിക്കുന്നതിന് കാരണവും നമ്മൾ തന്നെയാണ്. നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നു, അതൊന്നും നടക്കാൻ പോകുന്നില്ല, കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഇതെന്തിങ്ങനെ വൈകുന്നത് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കുറച്ചുകൂടി എൻജിൻ ഡാമേജ് ആകും. ഓക്കെ, ഇത് മുമ്പോട്ട് വരുന്നതിന് ബുദ്ധിമുട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് അയയ്ക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, സാമ്പത്തികമായിട്ട് എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്? സാമ്പത്തികപരമായി ഇപ്പോൾ എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, ഒരുപാട് ഭാരമാണ്. ഒരു സാമ്പത്തിക പ്രശ്നമൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള സാമ്പത്തികം ചിലവാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഭാരങ്ങൾ സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു ബലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എനർജി കാണുന്നു. സാമ്പത്തികം എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാത്തിരിപ്പാണ്. എനിക്കിന്ന് ശരിയാകും, നാളെ ശരിയാകും എന്നുള്ളൊരു കാത്തിരിപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഹെറോഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വഴികളൊന്നും നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നില്ല. പല വ്യക്തികളും നിങ്ങളുടെ അടുത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് വീട്ടിൽ കയറി ഇറങ്ങുന്ന അവസ്ഥകൾ വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്നതെന്ന് നോക്കാം. എന്ത് മാറ്റമാണ് നൽകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, ഇവിടെ മാറ്റം സംഭവിക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ പുറമേ നമ്മൾ എത്രയൊക്കെ ചെയ്തിരുന്നാലും നമ്മുടെ ഉള്ള് ശരിയായില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നമ്മുടെ മൂക്കിന് താഴെ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ ആദ്യം അതും നീക്കം ചെയ്യണം. അല്ലാതെ നമ്മൾ ചുറ്റും നടന്ന് എവിടെയോ സ്മെല്ലടിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പുറമേ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലീനാക്കി കഴിഞ്ഞിരുന്നാലും നാറ്റം ബാക്കിയായിരിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ചില അഡിക്ഷനുകളെ ഉണ്ട്. ആ അഡിക്ഷനുകളെ മാറ്റുക. എന്താണ് അഡിക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ മദ്യപിക്കുന്നതും അതും ഇതും മാത്രമല്ല അഡിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ നിരന്തരമായി നമ്മൾ പറയുക, നമ്മളെ തന്നെ ശപിക്കുക.
ഓക്കെ. മാത്രമല്ല ആവശ്യമില്ലാത്ത ഭയങ്ങൾ എനിക്ക് വേണ്ടി അവർ കൂടോത്രം ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഇവരിങ്ങനെ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കല്ലൊന്ന് കാലിൽ തട്ടി രക്തം വന്നിരുന്നാലും അവൾ ചെയ്തതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മൾ കയ്യിലിരിക്കുന്ന കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് പൂജയും മന്ത്രങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന എനർജി. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ തന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചില അഡിക്ഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. എങ്കിൽ മാത്രമായിരിക്കും പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. 2 ഓഫ് കപ്പാണ്. ഓക്കെ. എങ്കിൽ മാത്രമാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ അതെന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ആ ഒരു സമയത്തായിരിക്കും. അല്ലാതെ ഇവിടെ 6ൻ്റെ എനർജി നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. 6 എന്ന് പറയുമ്പോഴത്തേക്ക് ശുക്രനാണ്. ശുക്രൻ നെഗറ്റീവ് ദിശയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് റിലേഷൻ തകരും, സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ തകർന്നുകൊണ്ടിരിക്കും, അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ഭയം തോന്നും, ഓക്കെ, സെൽഫിഷ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി വരും. നമുക്ക് ആവശ്യമില്ലാത്ത ഭയങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ സറൗണ്ടിങ് എനർജി നെഗറ്റീവായിരിക്കും, നമ്മളെ തന്നെ പ്രാഗിക്കൊണ്ടിരിക്കും. ഓക്കെ. അസൂയ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിനെ റിലീസ് ചെയ്യുക. എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് ചെയ്യുക, എല്ലാം ശരിയാകും. ഓക്കെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എഫേർട്ട് ഇട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പിടിച്ച് കയറണം. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. എന്നും ഡെയിലി കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ നേരത്തോ ഒക്കെ നമ്മളിങ്ങനെ പറയുക, നീ ഉയർച്ച പ്രാപിക്കും, നീ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുട്ടികൾ അനുഗ്രഹിക്കപ്പെടും എന്ന് നമ്മൾ എത്ര പേര് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും അത് പറയുന്നത്. എന്നാൽ അത് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ഇന്ന് പറഞ്ഞാൽ നാളെ അത് സംഭവിക്കുമെന്നല്ല. നമ്മളിടുന്ന ഓരോ വാക്കും നമ്മൾ കെട്ടുന്ന മതിലാണ്. ഓക്കെ. നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ മതിലുമുണ്ട്, പാപത്തിൻ്റെ മതിലുമുണ്ട്. നമ്മൾ കെട്ടുന്നത് ശാപത്തിൻ്റെ വാക്കുകൾ കട്ടകളാണ് അടുക്കി വെക്കുന്നതെങ്കിൽ ആ ശാപമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ അനുഗ്രഹത്തിൻ്റെയാണ് കെട്ടുന്നതെങ്കിൽ നമുക്കതായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ബ്ലെസ്സിങ് കിട്ടും, നിങ്ങളിൽ നിന്നും ആ നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്തെങ്കിൽ മാത്രം. ഓക്കെ. പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഗൈഡൻസ് എന്താണ്? എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസ് ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്യേണ്ടത്? ഓക്കെ. ഗൈഡൻസ് എന്താണ്? ഇത് മൂണിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഇല്യൂഷനിലേക്ക് കടന്നു പോകാതിരിക്കുക. ഓക്കെ. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗ്രഹണം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഗ്രഹണം മറനീക്കി പുറത്തു വരും. സണ്ണാകാൻ നിങ്ങൾക്ക് കഴിയും. നമുക്ക് ഉള്ളിൽ ഒരു സന്തോഷവും വരുന്നില്ല എന്നെങ്കിൽ പോലും നിങ്ങൾ ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം കടന്നു വരും. ഓക്കെ. ആ ഒരു എനർജി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം വെരി വെരി ഹാപ്പി എന്നിങ്ങനെ സ്പീഡിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ആ ഹാപ്പി എന്നുള്ള വാക്കിൻ്റെ എനർജിയെ സ്വീകരിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പുഞ്ചിരി കടന്നു വരികയും ഒക്കെ ആ ഒരു പറഞ്ഞ ആ ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സറൗണ്ടിങ് എനർജി ഒരു ഹാപ്പിനെസ് എനർജിയായി മാറുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇപ്പം നിങ്ങൾ ഭയത്തെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് എനർജി ഭയമായി മാറും. ഓക്കെ. അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലോട്ടൊന്നും കടന്നു പോകാതെ നിങ്ങളെ തന്നെ ആത്മബലം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇതാണ് നിങ്ങളുടെ ഒരു ചെറിയ റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായ രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഒക്കെ നൽകുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.